ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ സുപ്രധാന നീക്കവുമായി ഹൈക്കോടതി. തർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ ജില്ലാ കളക്ടർമാർ ഏറ്റെടുക്കണമെന്ന് ഹൈക്കോടതി. എറണാകുളം, പാലക്കാട് ജില്ലാ കളക്ടർമാർക്കാണ് ഈ നിർദ്ദേശം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, നമുക്കറിയാം കാലങ്ങളായി നിലനിൽക്കുന്നതാണ് ഈ സഭയിലെ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കങ്ങൾ. ഇതിൽ കോടതി പറയുന്നത് 6 പള്ളികൾ ജില്ലാ കളക്ടർമാർ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. ഇതിൽ മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ് രേഷ്മ ബാബു? അതിനകത്ത് എറണാകുളം, പാലക്കാട് ജില്ലകളിലെ 6ഓളം തർക്കം നിലനിൽക്കുന്ന പള്ളികൾ സംബന്ധിച്ചുള്ള അതിന്റെ തർക്കം സംബന്ധിച്ചുള്ള വിഷയത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. തർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ അതാത് ജില്ലാ കളക്ടർമാർ ഏറ്റെടുക്കണം. എറണാകുളം, പാലക്കാട് ജില്ലാ കളക്ടർമാർക്ക് ഇത് സംബന്ധിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഏറ്റെടുക്കുന്ന പള്ളികളുടെ താക്കോൽ അതാത് ജില്ലാ കളക്ടർമാർ സൂക്ഷിക്കണമെന്നും ഈ പള്ളികൾക്ക് മതിയായിട്ടുള്ള പോലീസ് സുരക്ഷ നൽകണമെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുടർന്ന് ഈ കോടതിയലക്ഷ്യ ഹർജികളിൽ ഹൈക്കോടതി നിലവിൽ എറണാകുളം, പാലക്കാട് ജില്ലാ കളക്ടർമാരെ കക്ഷി ചേർത്തിരിക്കുകയാണ്. ഈ പള്ളികൾ ഏറ്റെടുത്ത് താക്കോൽ കൈവശം വെച്ചതിന് ശേഷം അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും വേണം. പ്രധാനമായിട്ടും ഈ ഓർത്തഡോക്സ് വിഭാഗം നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലെ ആക്ഷേപം എന്ന് പറയുന്നത് പള്ളികൾ ഏറ്റെടുത്ത് നൽകണമെന്ന് നേരത്തെ തന്നെ കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നതാണ്. പക്ഷേ അത് കൃത്യമായിട്ട് നടപ്പാക്കിയില്ല എന്ന ആക്ഷേപം മുൻനിർത്തിക്കൊണ്ടാണ് ഈ കോടതിയലക്ഷ്യ ഹർജികൾ ഹൈക്കോടതിയിൽ വന്നത്. എന്തായാലും തർക്കം നിലനിൽക്കുന്ന എറണാകുളത്തെയും പാലക്കാട്ടെയും 6ഓളം പള്ളികൾ അതാത് ജില്ലാ കളക്ടർമാർ ഏറ്റെടുത്ത് താക്കോൽ സൂക്ഷിക്കണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയത്. മതിയായ സുരക്ഷ പോലീസിന്റെ ഭാഗത്തുനിന്നും നൽകണമെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വളരെ കൃത്യമാണ്. ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിലാണ് സുപ്രധാന നീക്കം ഹൈക്കോടതി നടത്തുന്നത്. തർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ എറണാകുളത്തെയും അതേപോലെ തന്നെ പാലക്കാട്ടെയും ജില്ലാ കളക്ടർമാർ ഏറ്റെടുക്കണമെന്നുള്ള നിർദ്ദേശം കോടതി നൽകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.